ഹായ് ഓൾ വെൽക്കം ബാക്ക്. ജെയ്സൺ സ്റ്റേത്തം നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഷെൽട്ടർ എന്ന് പറഞ്ഞ മൂവിയുണ്ട്. സോ ഈ ഒരു സിനിമ എനിക്ക് ടോട്ടലി ഒരു ബിലോ ആവറേജ് സിനിമയായിട്ടാണ് അനുഭവപ്പെട്ടത്. അതിന് പ്രധാന കാരണം ഈ ഒരു സിനിമയുടെ കഥ തന്നെയാണ്. നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള സിനിമകളിലെ സെയിം ഒരു കഥ തന്നെയാണ് ഈ ഒരു സിനിമയിലും ഉള്ളത്. ഒരു ടിപ്പിക്കൽ ടെംപ്ലേറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു ബിലോ ആവറേജ് ആക്ഷൻ സിനിമയായിട്ടാണ് എനിക്ക് മൊത്തത്തിൽ ഈ ഒരു സിനിമ അനുഭവപ്പെട്ടത്. സോ ഈ ഒരു സിനിമയുടെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നായകൻ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഐലൻഡിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ്. സോ പുള്ളിയെ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പുള്ളിക്ക് ഡാർക്ക് ആയിട്ടുള്ളൊരു പാസ്റ്റ് ഉണ്ട്. സോ അതിനുശേഷം ഒരു പെൺകുട്ടി പുള്ളിയുടെ ജീവിതത്തിലേക്ക് വരുന്നു. ശേഷം CIA ഏജൻസ്, MI6 ഏജൻസ്, അങ്ങനെയുള്ള വില്ലന്മാരൊക്കെ വരുന്നു. തുടർന്ന് നടക്കുന്ന സംഭവമൊക്കെയാണ് ഈ ഒരു സിനിമയുടെ പ്രധാന കഥ. സോ ഈ ഒരു കഥ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൽ യാതൊരുവിധ പുതുമയില്ല. ഒറിജിനാലിറ്റിന്ന് അവകാശപ്പെടാൻ ഒന്നുമില്ലാത്ത ഒരു നോർമൽ കഥയാണിത്. സോ ഈ ഒരു സിനിമ കണ്ടതിൻ്റെ പ്രധാന കാരണം ഇതിൻ്റെ നായകൻ ജെയ്സൺ സ്റ്റേത്തമാണ്. കാരണം പുള്ളി കിടിലനായിട്ട് ആക്ഷനൊക്കെ ചെയ്യുന്നൊരു പുള്ളിയാണ്. സോ നല്ല കുറച്ച് ആക്ഷൻ രംഗങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചാണ് ഈ ഒരു സിനിമ കണ്ടത്. പക്ഷേ ഇതിനകത്ത് ആക്ഷൻ രംഗങ്ങളാണെങ്കിലും ഡീസൻ്റ് ആണ്. പക്ഷേ പുതുമ എന്ന് പറയാനൊന്നുമില്ല. എല്ലാം ഒരു നോർമലായിട്ട് നമ്മൾ കാണുന്ന രീതിയിലുള്ള പരിപാടി തന്നെയാണ് ഉള്ളത്. പിന്നെ ഈ ഒരു സിനിമയിലെ പ്രധാന പോസിറ്റീവായിട്ട് തോന്നിയത് ഇതിലെ ഈ ഒരു പെൺകുട്ടിയുടെയും പിന്നെ നായകൻ്റെയും കഥാപാത്രം തമ്മിലുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ്, അത് മാത്രമാണ് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നിയത്. ബാക്കിയുള്ള രീതിയിൽ ഈ സിനിമ ഒരു അട്ടർ ഫ്ലോപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നല്ലൊരു കഥയില്ല, നല്ല മേക്കിംഗ് ഇല്ല, നല്ല വില്ലന്മാരില്ല. ഈ ഒരു സിനിമയുടെ മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് എഡിറ്റിംഗ് ഒക്കെ ഭയങ്കര മടുപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈവൻ ഇതിൻ്റെ VFX വർക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ശോകമാണ്. പിന്നെ ക്യാമറ വർക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ആകട്ടെ, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്ന സംഭവമായിരുന്നു. പുതുമ എന്നുള്ള രീതിയിൽ ഒന്നും ഇല്ലാത്തൊരു സിനിമയായിരുന്നു. സോ നിങ്ങളിപ്പം ജെയ്സൺ സ്റ്റേത്തം ഫാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഒരു തവണയൊക്കെ കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ് ഷെൽട്ടർ എന്ന് പറഞ്ഞ ഒരു മൂവി. അല്ലാത്ത ആൾക്കാർ, നോർമലായിട്ടുള്ള ഓഡിയൻസ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം ഭയങ്കര മടുപ്പായിട്ട് തോന്നും. ഈ സിനിമ ഭയങ്കര ഫ്ലാറ്റായിട്ടുള്ള ഒരു സ്റ്റോറിയുള്ള ഒരു ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് ഈ ഒരു സിനിമ പോകുന്നത്. കാരണം ഇതിനകത്ത് ഇപ്പോൾ ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ കൂടി നമുക്കിതിലെ ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ പ്രഡിക്റ്റബിൾ ആണ്. കാരണം നമ്മൾ ഇത്തരത്തിലുള്ള ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. സോ ഇപ്പം നമ്മൾ ഈ വിജയുടെ സിനിമകളെയൊക്കെ കുറ്റം പറയും. വിജയ് എപ്പോഴും ഈ ഒരു രക്ഷകൻ കൈൻഡ് ഓഫ് റോൾസ് ഒക്കെയാണ് ചെയ്യുന്നത്. സെയിം ഒരു സംഭവം തന്നെയാണ് ഈ ജെയ്സൺ സ്റ്റേത്തത്തിൻ്റെ കാര്യത്തിൽ നടക്കുന്നത്. പുള്ളിക്കും നല്ല സിനിമകളൊക്കെ ഉണ്ട്. പക്ഷേ പുള്ളി ഇങ്ങനെ റിപ്പറ്റേറ്റീവായിട്ട് ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്യുന്നത് ഭയങ്കര മടുപ്പാണ്. ഈവൻ ദോ ആക്ഷൻ സ്റ്റാർ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. പേഴ്സണലി ഉള്ളൊരു അഭിപ്രായമാണ്. പുള്ളീനെ മോശമായിട്ടൊന്നും പറഞ്ഞല്ല, പുള്ളി പറ്റുന്ന പോലെ ഈ പടത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും യാതൊരു വിധത്തിലുള്ള ഇമ്പാക്റ്റും ഉണ്ടാക്കാതെ പോയ ഒരു ബിലോ ആവറേജ് സിനിമയാണ് ഷെൽട്ടർ. സോ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.